ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തുന്നത്. 2 IPS ഉദ്യോഗസ്ഥർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഈ നീക്കത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ IPSകാരുടെ പേര് വെളിപ്പെടുത്തേണ്ടി വരുമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകി. സതീശന്റെ വാക്ക് കേൾക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ സമ്മർദ്ദം ഈ SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നൊരു ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് മന്ദഗതിയിലായി. അതുകൊണ്ട് അന്വേഷണം അത് ഹൈക്കോടതി ശരിവെച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ആനന്ദൻ, ഇങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ 2 IPS ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സതീശന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പൊളിറ്റിക്കലി നോക്കുമ്പോഴും രാഷ്ട്രീയമായിട്ട് എന്താ നമുക്ക് പറയാം, പക്ഷെ അതിനപ്പുറത്തേക്ക് ചില ആധികാരികമായിട്ടുള്ള തെളിവുകൾ ഉണ്ട്. ആ തെളിവുകൾ ഇനി അവസാനിപ്പിച്ചില്ല, ഈ ശ്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ 2 IPS ഉദ്യോഗസ്ഥരുടെ പേര് പറയേണ്ടി വരികയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സതീശനും പ്രതിപക്ഷവും ലക്ഷ്യം വെക്കുന്നത്? അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ടോ ഈ അന്വേഷണ ഏജൻസിക്ക് മുകളിലേക്ക്? അങ്ങനെ അതൊരു രാഷ്ട്രീയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ ഏതെങ്കിലും അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഘട്ടത്തിൽ ഇടപെടലോ ബാഹ്യമായ ഇടപെടലോ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം കൂടിയുണ്ട്. അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സുവമോട്ടോ എടുത്ത 2 കേസുകളിലാണ് ദേവസ്വം ബോർഡ് സെലക്ട് ചെയ്ത, ആഭ്യന്തര വകുപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു SIT അന്വേഷണം നടത്തുന്നത്. ആ SIT കൃത്യമായി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിലെത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസ് ഡയറി അടക്കം, ഇതിൻ്റെ ഡെയിലി ഡെവലപ്മെൻറ്റ്സ് അടക്കം, മൊഴികളടക്കം ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ 2 അംഗ ജഡ്ജിമാരുടെ മുന്നിലെത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എവിടെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് ഉണ്ടായാൽ, എവിടെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടായാൽ, എവിടെങ്കിലും ഒരു ചവിട്ടുവലി ഉണ്ടായാൽ അത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതിക്കാണ്. കാരണം ഇതിനകത്ത് മുഴുവൻ ഒറ്റ കാര്യങ്ങളെ ഈ അന്വേഷണത്തിൽ ഇതുവരെ 2 മാസം നീണ്ട SITയുടെ അന്വേഷണത്തിലെ ഒരു വിവരവും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെത്തുന്ന നിഗമനങ്ങൾ മാത്രമാണ് വാർത്തകളായിട്ട് വരുന്നത്. അതേസമയം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴികൾ എന്താണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള തെളിവുകൾ എന്താണെന്നൊക്കെ ഉള്ളത് അതീവ രഹസ്യമായി സീൽഡ് കവറിലാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ കോടതിക്ക് അറിയാം ഇതിനകത്ത് എന്താണ് നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ അതിനകത്ത് ഉദ്യോഗസ്ഥർക്ക് മുകളിൽ എന്തെങ്കിലും സമ്മർദ്ദമോ അതിൻ്റെ പുറത്ത് അവർ എന്തെങ്കിലും ഡൈവേർഷനോ വരുത്തി കഴിഞ്ഞാൽ കൃത്യമായി അതിനകത്ത് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇത് ആദ്യം ഈ ആരോപണം വരേണ്ടത് കോടതിയിൽ നിന്നാണ്. നിങ്ങൾ ശരി നടത്തുന്ന അന്വേഷണം ശരിയല്ല. അതേ കോടതിയാണല്ലോ ഈ പറയുന്ന ശങ്കരദാസിന്റെ വിജയകുമാറിന്റെയും രണ്ടുപേരുടെയും സൂചനയിലേക്ക് എന്തെങ്കിലും സൂചന, അവിടെ ഒരു ശരികേട് ഉണ്ടായിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ എന്ന സൂചന എന്തുകൊണ്ട് കോടതിക്ക് തോന്നി? അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇതുവരെ അങ്ങനെ ഒരു സൂചനയോ അങ്ങനെ ഒരു വിമർശനമോ ഉന്നയിച്ചിട്ടില്ല ഈ അന്വേഷണത്തിൽ. അതായത് ഈ അന്വേഷണം മോണിറ്റർ ചെയ്യുന്ന ബെഞ്ച് ഇതുവരെ ഈ അന്വേഷണത്തെക്കുറിച്ച് നെഗറ്റീവായ ഒരു കമന്റ് പോലും വന്നിട്ടില്ല. മറ്റൊരു ബെഞ്ചിലാണ് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വാസുവിന്റെ ആയാലും പങ്കജ് ഭണ്ഡാരിയുടെ ആയാലും ഗോവർദ്ധന്റെ ആയാലും ഇവരുടെയൊക്കെ ജാമ്യാപേക്ഷകൾ വരുന്നത് മറ്റൊരു ബെഞ്ചിലാണ്. ആ ബെഞ്ച് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് കമന്റുകൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് 8ാമത്തെ മറ്റോ പ്രതിസ്ഥാനത്തുള്ളത് 2019 ദേവസ്വം ബോർഡാണ്. അതിൽ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്താണ് 2 മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കാം. കാരണം അതിനകത്ത് ഒരു മെമ്പർ എന്ന് പറയുന്നത് ഈ ഭരിക്കുന്ന പാർട്ടിയിൽ സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണോ എന്ന് ആ കോടതിക്ക് വേണമെങ്കിൽ സംശയിക്കാം. അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചതാകും. പക്ഷേ അതിന്റെ പേരിൽ ജാമ്യം അനുവദിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പക്ഷേ നമ്മൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടും അവിടുത്തെ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 2 മെമ്പർമാരെയും അറസ്റ്റ് ചെയ്യാത്തതിന് തക്കതായ കാരണം അവർ വളരെ കൺവിൻസിംഗ് ആയി പറയുന്നുണ്ട്. കാരണം ഈ 2 പേരെയും 2 തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡയറക്റ്റ് സതീഷിന്റെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമെന്നാണ്. അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള നമുക്കറിയത്തില്ല. പ്രതിപക്ഷ നേതാവാണ്, ചിലപ്പോൾ ചില ഇൻപുട്സ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം കോടതിയല്ലേ പറയേണ്ടത്. കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ്. കോടതി നേരിട്ട് മോണിറ്റർ. ഒരു പക്ഷേ ഇങ്ങനൊരു അന്വേഷണം കേരളത്തിൽ ആദ്യമായിട്ടാകും ഇത്രയും കോടതിയുടെ ഒരു മോണിറ്ററിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് വ്യക്തമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ റിഫ്ലക്ട് ചെയ്യും. പക്ഷേ വി ഡി സതീശൻ പറഞ്ഞ ആരോപണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവതരമാണ്. അങ്ങനെ സർക്കാർ 2 IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം.
നമുക്കറിയാം. പക്ഷേ അത് നമുക്കൊരു തെളിവില്ലാതെ അത് പറയാൻ പറ്റില്ലല്ലോ. അതെ, അതെ. അപ്പോൾ അങ്ങനെ ആ പേര് അവരുടെ നമുക്ക് ഇടപെടൽ പറയാൻ എങ്ങനെയാണ് കഴിയില്ല. വരുന്നത് എന്നൊക്കെ ഉള്ളത് ഗവൺമെന്റിലേക്ക് വരുന്നു. ഗവൺമെന്റ് അപ്പോൾ അത് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഈ സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിനുമായി ഭാഗമായി നിൽക്കുന്ന നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ ആരോപണം. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലും ഇത് രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു കേസാണ്. ഒരുപാട് അയ്യപ്പ ഭക്തർ, കാരണം ഈ രാഷ്ട്രീയത്തിന് അതീതമായ ഒരുപാട് അയ്യപ്പ ഭക്തർ ഇതിന്റെയും ഈ റിസൾട്ട് എന്താണെന്ന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവമേ, അയ്യപ്പ, ഇതിന്റെ റിസൾട്ട്, അങ്ങയുടെ ആ തങ്ക ആഭരണങ്ങൾ തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉള്ളുരുകിയിരിക്കുന്ന അയ്യപ്പ ഭക്തരാണ്. അവരെ വെച്ച് രാഷ്ട്രീയം കളിക്കാതിരിക്കുക ഈ കേസിൽ. അവരെ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അവർക്ക് വേണ്ടുന്നത് കൃത്യമായ ഒരു ഉത്തരമാണ്. ഈ അവർ പരിപാവനമായി കരുതുന്ന അയ്യപ്പ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ തങ്ക കവചങ്ങൾ എന്ത് സംഭവിച്ചു എന്നാണ്. അതിനൊരു ഉത്തരം കണ്ടെത്താൻ നമ്മൾ ഇനി അന്വേഷണ സംഘം കളവ് പോയ സ്വർണം തിരികെ ശബരിമലയിലേക്ക്, ആ പൂങ്കാവനത്തിലേക്ക് തിരിച്ചെത്തുമോ, അതിനുവേണ്ടി നമുക്ക് ഈ അന്വേഷണം കഴിയുന്നത് വരെ കാത്തിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസോ അല്ലെങ്കിൽ വഴിവിട്ട പ്രവർത്തനമോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ വ്യക്തമാകുമല്ലോ. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാമല്ലോ. ഏതായാലും നമ്മൾ അയ്യപ്പ ഭക്തർക്കൊപ്പമാണ്. കൃത്യമായ വാർത്തയാണ് നൽകുന്നത്. അതല്ലാതെ മറ്റ് ഏത് തരത്തിലുള്ള ഡൈവേർഷൻസ് അല്ലെങ്കിൽ ആരോപണങ്ങൾ വന്നാലും നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ പുറകെ പോകുന്നുള്ളൂ. എന്തായാലും കോടതിയും അന്വേഷണ സംഘവും പോകുന്ന അതേ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം ആയതുകൊണ്ട് അതിനകത്ത് മറ്റ് ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും അതാണ് അപ്പോൾ സതീശൻ ഉയർത്തിയത്. ഒരു പൊളിറ്റിക്കൽ ആരോപണം മാത്രമെന്ന നിലയിലേക്ക് മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയൂ എന്നാണ് അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ടും വളരെ ക്ലാരിറ്റിയോടുകൂടി പറയാൻ കഴിയുകയുള്ളൂ.